ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പം സാധാരണ പോലെ തന്നെ നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിച്ചിരിക്കുക കേട്ടോ. സാധാരണ ഞാനൊരു കട്ടനൊക്കെയാണ് കുടിക്കാറ് രാവിലെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു കട്ടൻ കുടിക്കണ്ടെന്ന് വിചാരിച്ചു, എന്നാൽ പാൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പാൽപ്പൊടി ഇട്ട് നമ്മൾ ചായ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് സാധാരണ വയ്ക്കാറുള്ളൂ. മോൾക്ക് ചായ വേണ്ട കേട്ടോ. മോൾക്ക് പാൽ ചായ അത്ര ഇഷ്ടമൊന്നും ഉള്ളതല്ല. പാൽ ചായ എന്നല്ല, ചായ അപൂർവം മാത്രമേ കുടിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കട്ടൻ ചായ ആയാലും പാൽ ചായ ആയാലും 2 ഗ്ലാസ് മാത്രം. മക്കൾക്ക് 2 പേർക്കും വേണ്ട, ഒരാളെ ഇവിടെ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ 2 ഗ്ലാസ് ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത ജോലിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടി കഴിഞ്ഞ് ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് നമ്മൾ തിളപ്പിച്ച് ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആട്ട എടുത്തിട്ടുണ്ട്. ആട്ടയിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, കുറച്ച് എണ്ണയും കൂടിയൊക്കെ ഒഴിച്ചാണ് ഞാൻ നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുന്നത്. നമ്മൾ ഈ എണ്ണയൊക്കെ ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നുമല്ല കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ അത്ര ഞാൻ ഒഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അത് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പൊതുവേ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർക്കും കേട്ടോ. എല്ലാവരും ചേർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ചപ്പാത്തിക്ക് ഒരു ചെറിയൊരു മധുരത്തോടു കൂടിയൊക്കെ ഉള്ള, അപ്പോൾ അതൊരു ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോഴും പിന്നെ അങ്ങനെ പഞ്ചസാര ചേർക്കാറുണ്ട്. ഉപ്പൊക്കെ ഒരല്പം കുറച്ച് മുന്നിട്ട് നിൽക്കണ്ടല്ലോ. ചപ്പാത്തിക്ക് ഒരുപാട് അങ്ങോട്ട് ഉപ്പ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ആ സമയത്ത് നമുക്ക് ഇതിനുള്ള കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് തക്കാളി കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 തക്കാളിയാണ് ഞാൻ എടുത്തേക്കണത്, ഇത്തിരി ഗ്രേവിയോട് കൂടിയുള്ള കറി. അപ്പോൾ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു സവോളയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് അത്രയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് നമ്മൾ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി വയ്ക്കാൻ ഞാൻ കറി വെക്കുന്നത് എങ്ങനെയോ നമ്മുടെ വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അരിഞ്ഞതിന് ശേഷം പച്ചമുളകും ചേർത്തതിന് ശേഷം നമ്മൾ പാൻ വെച്ച് കടുകും ജീരകവും ഇട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇത്തിരി മുളക് പൊടി, ഒരല്പം ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് വറ്റിച്ചെടുക്കുകയാണ് സാധാരണ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തക്കാളിയിൽ ഇങ്ങനെ ആ ജീരകമൊക്കെ ഇട്ടതുകൊണ്ടാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ വേറെ ഒന്നുമില്ല, ഞാൻ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു രീതി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി വേഗം അങ്ങോട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഞാൻ ആദ്യമേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കറി ഉണ്ടാക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ചപ്പാത്തി വീതം ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ എല്ലാവരിലേക്കും എൻ്റെ വീഡിയോ മാക്സിമം എത്തിക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചപ്പാത്തി ഓരോന്നും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് അരിയും കൂടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ കാപ്പി കുടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാപ്പി കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ഇടാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പിന്നെയും താമസിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞ് നമ്മൾ കാപ്പി കുടിയും കൂടി കഴിഞ്ഞതിന് മുമ്പ് തന്നെ നമ്മൾ ഇതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കാപ്പി കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചപ്പാത്തി നല്ല ഫുൾ ഫ്ലെയിമിൽ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലൊക്കെ ആയാൽ നമ്മൾ ചപ്പാത്തി ഹാർഡായിട്ട് പോകും. അപ്പോൾ നല്ല ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് തിരിച്ച് മറിച്ചു വിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരിയും കൂടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാണ് ഇനിയിപ്പോൾ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ജോലികളെ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടിയേക്കണ മീനെന്ന് പറയുന്നത് കേര മീനാണ് കേട്ടോ. അപ്പോൾ അതൊരു 1/2 കിലോ വാങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് മീനാണ്, സാധാരണ നമുക്ക് കിട്ടുന്നതൊക്കെ നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ അതൊന്ന് ഒരു 4-5 പ്രാവശ്യം നമ്മൾ കഴുകി നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് നമ്മൾ ഒരല്പം നേരം നമ്മൾ വെച്ചേക്കും കേട്ടോ, വെള്ളം ഒഴിച്ച്. അതിന് ശേഷമാണ് അതൊന്ന് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കും. അതിൻ്റെ ആ ചോരമയൊക്കെ നന്നായിട്ട് നമുക്ക് പോയി കിട്ടണമെങ്കിൽ ഒരു 4-5 പ്രാവശ്യമെങ്കിലും നമ്മുടെ മീൻ നമുക്ക് കഴുകിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുത്ത് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അരിപ്പ പാത്രത്തിലിട്ട് ഊറ്റി വെച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള നമ്മുടെ ആ ഒരു ചോരയുടെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയി കിട്ടും. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾക്കൊന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ ഈ സവോളയ്ക്ക് പകരം നമുക്ക് ഉള്ളി ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ മീൻ കറിക്കൊക്കെ ഉള്ളിയാണല്ലോ എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ സാധാരണ ഉള്ളി വാങ്ങാറില്ല കേട്ടോ. എല്ലാ കറിക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ സവോളയാണ് എടുക്കാറ്. അപ്പോൾ അങ്ങനെ ഞാൻ അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി അങ്ങോട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കടുകും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവോള, പിന്നെ കറിവേപ്പില എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്കിന്ന് മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് വെക്കാം കേട്ടോ. ഒരുപാട് ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് നമുക്കിനി പൊടികളൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് നമ്മുടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കറിക്ക് കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി അതൊന്ന് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പുളി, ഒരു 2 കഷ്ണം പുളിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മീൻ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് അതൊന്ന് നമ്മുടെ മീനെല്ലാം നമ്മുടെ ആ അരപ്പിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് തേങ്ങാപ്പാലും കൂടി ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങയാണ്. അതൊന്ന് നന്നായിട്ട് വെള്ളത്തിൽ തന്നെ ഞാൻ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേരമീൻ കറി. ഇനി നമുക്കൊരു കോവയ്ക്ക മെഴുക്ക് വരട്ടിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ കോവയ്ക്ക് ഞാൻ നീളത്തിലരിഞ്ഞ് ഞാനതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചതച്ച മുളക് ചേർക്കണം, ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. ചതച്ച മുളകിൻ്റെ തീർന്നുകൊണ്ട് ഞാനത് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചൊക്കെ എടുത്ത് നന്നായിട്ട് നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി കാണാം. അതുപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ